കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ പരാഗ്വയെ തോൽപ്പിച്ച ഉടനെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. അതിൽ വിനി ജൂനിയറുണ്ട്, നെയ്മർ ജൂനിയറുണ്ട്, ബ്രസീലിൻ്റെ ഇതിഹാസ താരങ്ങളുണ്ട്. അതോടൊപ്പം കുറിച്ച വാചകങ്ങൾ ഇതായിരുന്നു: ദി ഓൺലി നേഷൻ ടു ക്വാളിഫൈ ഫോർ എവറി ഫിഫ വേൾഡ് കപ്പ്. യെസ്, ബ്രസീൽ എല്ലാ വേൾഡ് കപ്പിനും യോഗ്യത നേടിയ ഒരേ ഒരു രാജ്യം. ഇത്തവണ ബ്രസീൽ വേൾഡ് കപ്പിന് യോഗ്യത നേടില്ല എന്നാരെങ്കിലും സ്വപ്നം കണ്ടിരുന്നെങ്കിൽ അവരുടെ ആ സ്വപ്നം ഇതാ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ പൊലിഞ്ഞങ്ങ് പോയിരിക്കുന്നു. ഇൻ സ്റ്റൈൽ കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 2 മത്സരങ്ങൾ ബാക്കി നിൽക്കെ തന്നെ ബ്രസീലും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നേ വരെ ബ്രസീലില്ലാതൊരു വേൾഡ് കപ്പ് നടന്നിട്ടില്ല. നോക്കുക, ഇപ്പോൾ ഇത്തവണ 48 ടീമുകളുള്ള വേൾഡ് കപ്പാണ്. ഓൾറെഡി ബ്രസീലടക്കം 13 ടീമുകൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. കാനഡയും USA-യും മെക്സിക്കോയും ആതിഥേയർ എന്ന നിലയിൽ യോഗ്യത ആദ്യമേ ഉറപ്പാക്കിയതാണ്. പിന്നെ അർജൻറ്റീന, ഇറാൻ, ജപ്പാൻ, ന്യൂസിലാൻഡ്, ഉസ്ബെക്കിസ്ഥാൻ, ജോർഡൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ഇക്വഡോർ, ബ്രസീൽ ടീമുകൾ ഇപ്പോഴേ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. പിന്നാലെ ആരൊക്കെ വരുമെന്ന് കണ്ടറിയാം. ഏതായാലും ബ്രസീലില്ലാതെ ഒരു വേൾഡ് കപ്പും ഇതുവരെ നടന്നിട്ടില്ല. ഒരു കാര്യം കൂടി പറയട്ടെ, യോഗ്യത നേടിയിട്ട് എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ടാവും. മനസ്സിലാക്കുക, ഇന്ന് വരെ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വേൾഡ് കപ്പുകൾ നേടിയിട്ടുള്ള ടീമാണ് ബ്രസീൽ, 5 എണ്ണം. പഴങ്കഥ പറയുകയാണോ എന്നായിരിക്കും അടുത്ത ചോദ്യം. അതെ, പഴങ്കഥ മാത്രമല്ല, ഇപ്പോഴത്തെ കഥ കൂടി പറയാം. ബ്രസീൽ 1990 ശേഷം നടന്ന വേൾഡ് കപ്പുകളിൽ ഒന്നിൽ പോലും ക്വാർട്ടർ ഫൈനലിലെങ്കിലും എത്താതെ പുറത്തായിട്ടില്ല. യെസ്, ഇത് ബ്രസീലാണ്. ബ്രസീലില്ലാതെ എന്ത് വേൾഡ് കപ്പ് ഇടും?